ഹലോ എവരിവൺ, സെറ്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യ പേപ്പറുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന സെറ്റ് ക്രാക്കറിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനാണ് ഇന്ന് നോക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. 11th November is celebrated as National Education Day of India from. നമ്മളിത് ഇതേ ചോദ്യ പേപ്പർ തന്നെ മുൻപ് ഇതുപോലെ ഇതിൻ്റെ ഇതുമായി ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, ഓർമ്മയുണ്ടാവും. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ളതുകൊണ്ട് ഇതിന് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നോക്കുക. അതായത് November 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ഇന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് 2008, 1961, 1956, 2002. നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഈ കാര്യം ഇവിടെ ചേർത്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. സെയിം ക്വസ്റ്റ്യനിൽ തന്നെ അത് ഉപയോഗിക്കേണ്ടി വരുന്നു അല്ലേ. ഉത്തരം 2008 ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഇൻ കൊമമറേഷൻ ഓഫ് ബർത്ത് ആനിവേഴ്സറി ഓഫ് ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യത്തെ അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മവാർഷികമായിട്ട്, ആ ജന്മവാർഷികത്തിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് നമ്മൾ എന്ത് ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനം November 11 ആചരിക്കുന്നത്. അതായത് അദ്ദേഹം ജനിച്ച് November 11. സോ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമാണ് ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് 1888 November 11 മെക്കയിലാണ് അല്ലേ. മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ മെക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1888 November 11. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഫ്രം 2008 ഓൺവേഴ്സ്. 2008 മുതലാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഐഡന്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ഫോർ പ്രൊമോട്ടിംഗ് ക്രിയേറ്റിവിറ്റി ഇൻ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ക്രിയേറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലായോ? ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നാണ് ചോദ്യം. ബ്രെയിൻ സ്റ്റോമിംഗ്, ലെക്ചറിങ്, പിയർ ട്യൂട്ടറിങ്, ഡിസ്കഷൻ. ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ, ലെക്ചറിങ് ആണോ, പിയർ ട്യൂട്ടറിങ് ആണോ, അതോ ഡിസ്കഷൻ ആണോ? അതായത് ഒരു ക്ലാസ് റൂമിൽ ക്രിയേറ്റിവിറ്റി മെച്ചപ്പെടുത്താനായിട്ട്, ക്രിയാത്മകത മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്നാണ് ചോദ്യം. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സർവ്വസാധാരണമായ ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്ഷൻ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ് കേട്ടോ. ബ്രെയിൻ സ്റ്റോമിംഗ് എന്താണെന്ന് നോക്കിക്കോളൂ. ബ്രെയിൻ സ്റ്റോമിംഗ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി വെയർ ഈച്ച് പാർട്ടിസിപ്പൻറ്റ് ഷെയർസ് ദർ ഐഡിയാസ് ആസ് സൂൺ ആസ് ദേ കം ടു മൈൻഡ്. It's a method of generating ideas and sharing knowledge to solve a particular problem in which participants are encouraged to think without interruption. അതായത് ഒരു ആക്ടിവിറ്റി ക്ലാസ്സിൽ വരുമ്പോൾ അത് ആ ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഒരു അധ്യാപകൻ അത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് അത് എന്തുകൊണ്ടാണ് ആ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയിലെ കണ്ടന്റ് എന്താണോ അത് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റിക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് കുട്ടികളെ പിയർ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് ആ പിയർ ഗ്രൂപ്പിനകത്തേക്ക് ഈ വിഷയം നൽകിക്കൊണ്ട് ആ വിഷയം ആ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാ കുട്ടികളെ കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക വഴി അവരുടെ ക്രിയേറ്റിവിറ്റി മെച്ചപ്പെടുത്തുക. ഇവിടെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിലൊരു ട്യൂട്ടർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ട്യൂട്ടർ ചെയ്യുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ റെസ്പോൺസ് അവരവരുടെ പിയർ ഗ്രൂപ്പിൽ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയത്തില്ലേ, കൊച്ചു കുട്ടികളൊക്കെ ഉത്തരം ശരിയാണെങ്കിൽ പോലും വിളിച്ചു പറയാനൊരു തെറ്റാകുമോ എന്നൊരു മടി കാരണം വിളിച്ചു പറയാത്ത പല കുട്ടികളും നമുക്കറിയാമല്ലോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പോലും ചിലപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യം ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിയർ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചാലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിയർ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചാൽ ചുറ്റുമിരിക്കുന്നവരെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഏജ് ഗ്രൂപ്പാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്. സോ നമുക്ക് അവിടെ ഒരു ബാരിയർ ഇല്ല, എന്തും നമുക്കവിടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ കുട്ടികൾ പരമാവധി ബ്രെയിൻ യൂസ് ചെയ്ത് ചിന്തിച്ച് അവരുടെ ഐഡിയാസ് അവിടെ ഒരു തടസ്സമില്ലാതെ എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. അതുവഴി കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ മെച്ചപ്പെടുന്നു. ആ ഒരു മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേർഡിൻ്റെ മീനിങ് പോലെ തന്നെ ബ്രെയിനിൽ തലച്ചോറിൽ ഒരു ചുഴലിക്കാറ്റടിക്കുന്ന ഒരു എഫക്റ്റ് അല്ലേ. കാരണം അത്രമാത്രം ഐഡിയാസ് വർക്കൗട്ട് ആവുന്ന ഒരു ടൈം കൂടിയാണെന്ന്. ഓക്കെ, അപ്പോൾ അതാണ് ബ്രെയിൻ സ്റ്റോം. ക്രിയേറ്റിവിറ്റി മെച്ചപ്പെടുത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസിലൊന്നാണ് ഇത് ഈ പറയുന്ന ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ,
For assessing the predictive behavior of students, which of the following is the most appropriate test? ഒരു കുട്ടിയുടെ പ്രിഡിക്റ്റീവ് ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് ഏതാണ്? അപ്പോൾ പലതരം ടെസ്റ്റുകൾ നമുക്കറിയാം അല്ലേ, സൈക്കോളജിയെ ബന്ധപ്പെട്ട്. അത്തരത്തിലുള്ള ടെസ്റ്റുകളിൽ കുട്ടിയുടെ പ്രിഡിക്റ്റീവ് ബിഹേവിയർ കണക്കൂട്ടാൻ പറ്റിയ ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ബി പ്രഗ്നോസ്റ്റിക് ടെസ്റ്റ്, സി അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡി പെർഫോമൻസ് ടെസ്റ്റ്. ഇതിൽ ഏത് ടെസ്റ്റ് വെച്ചാണ് ഒരു കുട്ടിയുടെ പ്രഡിക്റ്റീവ് ബിഹേവിയർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് നോക്കിക്കോളൂ. ആൻസർ ബി പ്രഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. പ്രഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഫോർ അസസിങ് ദ പ്രിഡിക്റ്റീവ് ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ് വി ക്യാൻ യൂസ് പ്രഗ്നോസ്റ്റിക് ടെസ്റ്റ്. പ്രിഡിക്റ്റീവ് കുട്ടികളുടെ പെരുമാറ്റം പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ പ്രിഡിക്റ്റീവ് ബിഹേവിയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്രഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ് ടു പ്രിഡിക്ട് ദ ഫ്യൂച്ചർ സക്സസ് ഓഫ് എ സ്റ്റുഡൻറ് ഇൻ എ സബ്ജക്ട്. ഒരു സബ്ജക്റ്റിൽ കുട്ടിക്ക് ഉണ്ടായേക്കാവുന്ന, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന സക്സസിനെ വരെ അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ മേന്മ എന്ന് പറയുന്നത്. ശരി, അടുത്ത ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണെന്ന് നോക്കിയുള്ള ഓപ്ഷൻസ് ആണ്. A diagnostic test in education is a pre-assessment that helps teachers identify students' strengths, weakness and learning needs before instruction. നമ്മൾ ഈ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമ്മൾ ചെറിയ ക്ലാസ്സുകൾ അങ്കണവാടികളിലൊക്കെ പഠിച്ചിട്ട് ഒന്ന് LKG അല്ലെങ്കിൽ ഡയറക്റ്റ് UKG-ലോ 1-ലോട്ടൊക്കെ ചെന്ന് ചേരുമ്പോൾ അവിടെ നമ്മൾ മുൻപ് പഠിച്ച കാര്യങ്ങൾ ടീച്ചർമാരൊന്ന് എഴുതിപ്പിച്ചു അല്ലേ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലേക്ക് ചെല്ലുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയെ ടീച്ചർ പറയുന്നു, ഫസ്റ്റ് ഡേയിൽ പറയുന്നു, ഓപ്പണിംഗ് ഡേയിൽ, സ്കൂളിൽ ഓപ്പണിംഗ് ഡേയിൽ പറയുന്നു ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതും, അതുപോലെ സ്മോൾ ലെറ്റേഴ്സ്. ഇത് എഴുതുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ ഒരു ആക്ടിവിറ്റിയോടൊപ്പം അത് ടെസ്റ്റ് കൂടിയാണ്. ആ കുട്ടിക്ക് ഇതൊക്കെ അറിയാമോ എന്നുള്ളൊരു ഒരു പരിശോധന കൂടിയാണ് ആക്ച്വലി അവിടെ നടത്തുന്നത്. അത് ആക്ച്വലി ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. കുട്ടിക്ക് എന്തറിയാം, നിലവിലെ സാഹചര്യത്തിൽ കുട്ടിക്ക് എന്തറിയാം, എന്തറിയില്ല, അതിനനുസരിച്ച് പഠനം ചിട്ടപ്പെടുത്തുക എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ ഉള്ളടക്കത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മീൻസ് പ്രീ അസസ്മെൻറ്റ് ദാറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ഐഡൻറ്റിഫൈ സ്റ്റുഡൻസ് സ്ട്രെങ്ത്, കുട്ടികളുടെ എവിടെയാണോ കുട്ടിക്ക് സ്ട്രെങ്ത് ഉള്ളത് ആ ഭാഗം, കുട്ടികളുടെ വീക്ക്നെസ് ആൻഡ് ലേണിംഗ് നീഡ്സ്, അവരുടെ പഠനത്തിൻ്റെ ആവശ്യം എന്തൊക്കെയാണോ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്നൊരു പ്രയർ ടെസ്റ്റാണ് ഇത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റസ് ആർ ഡെവലപ്ഡ് ടു മെഷർ സ്കിൽസ് ആൻഡ് നോളജ് ലേൺഡ് ഇൻ എ ഗിവൺ ഗ്രേഡ് ലെവൽ യൂഷ്വലി ത്രൂ പ്ലാൻഡ് ഇൻസ്ട്രക്ഷൻസ് സച്ച് ആസ് ട്രെയിനിങ് ഓർ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിൻ്റെയോ ഭാഗമായി ലേൺ പഠിച്ച ഒരു നിശ്ചിത ഗ്രേഡിൽ ക്ലാസ്സിലേക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായ കുട്ടിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ഇത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയും. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആർ ഡെവലപ്ഡ് ടു മെഷർ സ്കിൽസ് ആൻഡ് നോളജ് ലേൺഡ്. അതായത് ലഭിച്ച ഇൻസ്ട്രക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടി എത്രമാത്രം പഠിച്ചു അല്ലെങ്കിൽ എത്രമാത്രം മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ഇത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയോ. A method of evaluating a student's learning by having them demonstrate their knowledge and skills through practical application. Practical application കൂടി evaluating a student's learning by having them demonstrate their knowledge and skills. അതായത് ആർജിച്ചെടുത്ത അറിവുകളും നൈപുണികളും കഴിവുകളും ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക വഴി ടെസ്റ്റ് ചെയ്യുന്നു. കുട്ടികളുടെ അറിവിനെയും കുട്ടികളുടെ കഴിവിനെയും ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഇത് പെർഫോമൻസ് ടെസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ശരി, നോക്കിയോളൂ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ അസിൻക്രണസ് ഇ ലേണിംഗ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടിസിപ്പൻസ് ഒക്കർ. അസിൻക്രണസ് ഇ ലേണിങ്ങിൽ പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഓഫ്ലൈൻ ആണോ, ഓൺലൈൻ ആണോ, ഫേസ് ടു ഫേസ് ആണോ, വെർച്വൽ എൻവയോൺമെൻറ്റിലാണോ? ഈ അസിൻക്രണസ് എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അസിൻക്രണസ്. നമ്മൾ ഈ ഫോണിലൊക്കെ മെയിൽ ഐ ഡി ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സിങ്കിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, സിങ്ക് ചെയ്യുക. സിൻക്രണസും അസിൻക്രണസും എന്താണെന്ന് അറിയാമോ? സിങ്കിങ് മീൻസ് വിത്ത് ഇൻ്റർനെറ്റ്, അതായത് കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഓൺലൈൻ കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞ അസിൻക്രണസ് എന്ന് പറഞ്ഞാൽ അത് ഓഫ്ലൈൻ ആണ്. അപ്പോൾ ഇവിടെ അസിൻക്രണസ് ഇ ലേണിംഗ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന എപ്പോഴും ഓഫ്ലൈൻ, ഒരിക്കലും ഓൺലൈൻ ആവുകയില്ല. അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ സിൻക്രണസ് ലേണിംഗ് എന്താണെന്ന് വെച്ചാൽ, സിൻക്രണസ് ലേണിംഗ് റെഫേഴ്സ് ടു ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഗാദറിംഗ് അറ്റ് ദ സെയിം ടൈം ആൻഡ് പ്ലേസ് ആൻഡ് ഇന്ററാക്ടിങ് ഇൻ റിയൽ ടൈം. സിൻക്രണസ് അല്ലെങ്കിൽ സിങ്കിങ് മീൻസ് കണക്റ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇൻസ്ട്രക്ടറും സ്റ്റുഡൻസും ഒരേ സമയത്ത് ഗാദർ ചെയ്ത്
അവർ തമ്മിൽ അത് വെർച്വൽ ആവാം, ഫിസിക്കൽ ആവാം. അതായത് എന്താണ് ബൈ മീറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടു കൂടിയാകാം, അതല്ലെങ്കിൽ ഫിസിക്കലായ നോർമലായ കോണ്ടാക്റ്റിൽ കൂടിയാകാം. അങ്ങനെ ഏത് രീതിയിലായാലും ഒരേപോലെ അസംബിൾ ചെയ്ത് ഗാദർ ചെയ്ത് ഇൻട്രാക്ട് ചെയ്യുന്ന ഓൺ റിയൽ ടൈം അത് ആ സമയം തന്നെ റിയൽ ടൈമിൽ അവർ ഗാദർ ചെയ്ത് ഡിസ്കസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് സിങ്ക്രണസ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. ഇൻ അസിങ്ക്രണസ് ലേണിംഗ് communication between participants happens asynchronously, meaning it doesn't occur in റിയൽ ടൈമിലല്ല അവിടെ അത് നടക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് വീഡിയോ കോൺഫറൻസിങ്, ഓൺലൈൻ ചാറ്റ്, ഓൺലൈൻ ക്ലാസ് ഒക്കെ സിങ്ക്രണസ് ആക്ടിവിറ്റീസ് ആണ്, ഓൺലൈനായിട്ടാണ്, അതായത് ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ലൈവായിട്ട് നടക്കുന്നതാണ്, റിയൽ ടൈം നടക്കുന്നതാണ്. സോ അതാണ് എന്ത് സിങ്ക്രണസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശരി. അടുത്ത പുസ്തകങ്ങളോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഔട്ട്ലൈൻസ് എ മെത്തഡോളജി ടു റാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രോസ് ദ കൺട്രി. അതായത് രാജ്യത്താകമാനമുള്ള സ്ഥാപനങ്ങളെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ വിലയിരുത്താനുള്ള ഔട്ട്ലൈൻസ്, റാങ്ക് ചെയ്യാനുള്ള ഔട്ട്ലൈൻസ് ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഔട്ട്ലൈൻസ് എ മെത്തഡോളജി ടു റാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രോസ് ദ കൺട്രി. രാജ്യത്താകമാനമുള്ള സ്ഥാപനങ്ങളിലെ എന്താണ് ഔട്ട്ലൈൻ ചെയ്യാനുള്ള, അതായത് റാങ്ക് ചെയ്യാനുള്ള ഔട്ട്ലൈൻസ് തയ്യാറാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളതാണ്. അതുപോലെ ഓപ്ഷൻസ് ഉണ്ട്. NAAC നാക് എന്ന് വിളിക്കും, അതുപോലെ NAC, AICT, NIRF. ഇത്രയാണ് ഓപ്ഷൻസ്. ഇതിൽ നിന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഒരു പക്ഷേ ചിലരെങ്കിലും ഓപ്ഷൻ എയിലേക്ക് പോകും, നാക്കിലേക്ക് പോകും. നാക്ക് എന്നൊരു ഓപ്ഷൻ ഒരു പക്ഷേ പലരും കേട്ടിട്ടുണ്ടാകും. നാക്ക് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. പക്ഷെ ഉത്തരം NIRF ആണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് ഇതാണ് NIRFന്റെ ഫുൾ ഫോം. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് ഈസ് എ റാങ്കിംഗ് മെത്തഡോളജി റിലീസ്ഡ് ആനുവലി ബൈ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു റാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻസിനെ റാങ്ക് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആനുവലി, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആനുവലി പബ്ലിഷ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ഏതെന്ന് പറയുന്നത് ഈ NIRF എന്ന് പറയുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നു. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ് നാക് എന്ന് ചോദിച്ചാൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഓക്കെ, ഇറ്റ്സ് എ പബ്ലിക് ഓട്ടോണമസ് ബോഡി ദാറ്റ് അസസ് ആൻഡ് അക്രഡിറ്റ്സ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആക്സസ് ചെയ്യുക, അതിനെ വിലയിരുത്തുക, റാങ്ക് നൽകുക എന്നുള്ളതാണ് നാക്കിന്റെ ധർമ്മം. ഇറ്റ് ഈസ് ഫണ്ടഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ബംഗളൂരു. അതിനെ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC ആണ്. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ബംഗളൂരു ആസ്ഥാനമായിട്ടാണ് നാക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് നാക്ക് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആകമാനമുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ വിലയിരുത്തി റാങ്ക് നൽകുന്ന സ്ഥാപനമാണ് ഇത് നാക്ക് എന്ന് പറയുന്നത്. അതൊരു പബ്ലിക് ഓട്ടോണമസ് ബോഡിയാണ്. അതിനെ ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. അതിൻ്റെ ഗ്രാൻറ്റുകളും ഫണ്ടുകളും ഒക്കെ അലോട്ട് ചെയ്യുന്നത് ആരാണ്? UGC ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ്. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ബംഗളൂരിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ഓപ്ഷൻ നോക്കിക്കോളൂ. AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ മുമ്പ് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ അധ്യക്ഷനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ പ്രീവിയസ് സെറ്റ് ക്രാക്കറിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളിൽ. ഓക്കെ, അപ്പോൾ AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആൻഡ് എ നാഷണൽ ലെവൽ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അതൊരു നാഷണൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നാഷണൽ ലെവൽ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. AICTE is responsible for proper planning and coordinated development of the technical education and management education system in India. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെയും മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെയും സ്മൂത്ത് റണ്ണിങ്, അതായത് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യുക, പ്രോപ്പർ പ്ലാനിങ്ങിൻ്റെയും കോർഡിനേറ്റഡ് ഡെവലപ്മെൻറ്റെയും, അതായത് സംയോജിത വികസനത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വമുള്ള സ്ഥാപനമാണ് ഏത്? AICTE എന്ന് പറയുന്ന ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ബോഡീസ് ഒക്കെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. NIRF, അതുപോലെ നാക്ക്, അതുപോലെ AICTE, ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചിരിക്കണം, അതിൻ്റെ ധർമ്മം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ സെറ്റ് ക്രാക്കറിന് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് സെറ്റ് ക്രാക്കറിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ, മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.